അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ നടത്തുന്നത് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, മജിസ്ട്രേറ്റിന് ഉത്തരവില്ലാതെ അന്വേഷണം നടത്തുന്നു. ഇത് രണ്ടും തുടങ്ങണമെങ്കിൽ ഒരു കേസ് ഡയറി CD ഓപ്പൺ ചെയ്യണം. കേസ് ഡയറി. ആ ഡയറിയാണ് ഏത് 192 എന്ന് പറയുന്നത്. എവരി പോലീസ് ഓഫീസർ, അത് ഞാൻ 193 മതി അല്ലേ? 193 എന്ന് പറഞ്ഞാൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 173 ആയിരുന്നു CRPC. റിപ്പോർട്ട് ഓഫ് പോലീസ് ഓഫീസർ കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എവരി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, എവരി ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തൗട്ട് അൺനെസസറി ഡിലേ. ഡിലേ ഇല്ലാതെ തീർക്കണം. എത്ര ദിവസമായി പറയുന്നത്? 90 days ആണ് സാധാരണ പറയുന്നത്. The investigation relation to a offense under 64, 66, 67, 68, 70, 71 of Bharatiya Nyaya Sanhita. Under section 468 of the Protection of Children from Sexual Offence Act 2012, 2015 ആണ് കേട്ടോ. 2012 2015 നോക്കണേ. Shall be completed within 2 months എന്ന് പറഞ്ഞാൽ എത്ര? 60 ദിവസം. From the date of which information was recorded by the officer in charge of a police station. മുകളിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷനുകളിൽ പ്രകാരം 60 ദിവസം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കണം. As soon as the investigation is completed, the officer in charge of a police station shall forward to a magistrate embedded the cognizable offence on the report of a report from the state government may in rules provider stating. താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അയക്കണം. നെയിം ഓഫ് ദ പാർട്ടി ഓർ പാർട്ടീസ്, ആരൊക്കെയാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ദ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ, എന്ത് ഇൻഫർമേഷനാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തെന്താ? നെയിം ഓഫ് ദ പേഴ്സൺ ഹു അപ്പിയേഴ്സ് അക്വിൻറ്റഡ് വിത്ത് ദി സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ്. ഇതിനകത്ത് കുറ്റവാളികളാകാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്. വെദർ എനി ഒഫൻസ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് ആൻഡ് ഇഫ് സോ ബൈ ഹൂം. ആരാണ് ഇതിനകത്ത് ഒഫൻസ് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് ഒഫൻസ് ചെയ്തത്. വെദർ ദ അക്യൂസ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ്, അക്യൂസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ. വെദർ അക്യൂസ്ഡ് ഹാസ് ബീൻ റിലീസ്ഡ് ഓൺ ബോണ്ട്, അയാളേക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ടോ. ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷുവർട്ടി വെച്ചിട്ടുണ്ടോ, അല്ലാതെ ഷുവർട്ടി ഇല്ലാതാണോ ജാമ്യം കൊടുത്തത്. മനസ്സിലായോ? വെദർ ദ റിപ്പോർട്ട് ഓഫ് ദ മെഡിക്കൽ എക്സാമിനേഷൻ ടു ഹൂം. അടുത്തത് വെദർ ദ അക്യൂസ്ഡ് ഹാസ് ബീൻ ഫോർവേഡ് ദ കസ്റ്റഡി ഓഫ് 190 സെക്ഷൻ 190 പ്രകാരം എവനെ അണ്ടർ ട്രയൽ പ്രസന്റ് ആക്കിയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. Whether the report of the medical examination whom woman has been attached investigation related to the offense under 64, 66, 67, 68 പ്രകാരമുള്ള സെക്ഷുവലി റിലേറ്റഡ് കളേർഡ് ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അവിടുത്തെ ചോദ്യം. The police officer shall within a period of 90 days inform the progress of the investigation by any means including electronic communication from the victim. വിക്ടിമിന്റെ ഇലക്ട്രോണിക് ഇത് എല്ലാ അന്വേഷണവും പൂർത്തീകരിച്ചിട്ട് 90 ദിവസത്തിനകം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ദി ഓഫീസർ അങ്ങനല്ല. ആ മുകളിൽ പറഞ്ഞ 60 ദിവസം അല്ലാത്ത എല്ലാ കേസിനും 90 ദിവസം. 60 ദിവസം എന്ന് പറയാത്ത എല്ലാ കേസിനും 90 ദിവസം. ഓക്കെ. അങ്ങനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയാണെങ്കിലും എന്ത് ചെയ്തിരിക്കണം? 90 days കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. The officer shall also communicate in such manner as the state government may by rules provided in action taken by him to person if any by whom information relating the commission of offence was first given. ആരാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ തന്നത് എന്നും രേഖപ്പെടുത്തിയിരിക്കണം. അടുത്തത് whether the superior officer of a police has been appointed under section 177. ഈ അന്വേഷണത്തിന് ആരാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് അയാൾക്ക് നേതൃത്വം കൊടുത്ത സുപ്പീരിയർ ആരാണോ അദ്ദേഹത്തിനെയും ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തതെന്നും രേഖപ്പെടുത്തും. ദി റിപ്പോർട്ട് ഷാൽ ഇൻ എനി കേസ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡയറക്ട് സബ്മിറ്റ് ത്രൂ ഔട്ട് ദ ഓഫീസർ ഹി മേ പെൻഡിംഗ് ദ ഓർഡേഴ്സ് ഓഫ് മജിസ്ട്രേറ്റ്
ഡയറക്ട് ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ടു ടേക്ക് ഫർദർ